ഞാൻ MSCൻ്റെ റിവ്യൂ ഇട്ടപ്പോൾ മുതൽ ഒരുപാടധികം പേരിനകത്ത് ചോദിച്ചൊരു കാര്യമായിരുന്നു, ഈ ഒരു ഡിവൈസ് അല്ലെങ്കിൽ ഈ ഡെവലപ്മെൻറ്റ് ബോർഡ് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഫ്ലിപ്പർ സീറോ പോലൊരു മൾട്ടി ടൂളായിട്ട് ഉപയോഗിക്കാൻ പറ്റുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ചോദിച്ചവർക്ക് വേണ്ടിയുള്ള ഒരു വീഡിയോ ആണത്. അപ്പോൾ MSCൻ്റെ ബ്രൂസ് എന്ന് പറഞ്ഞ ഈ ഒരു ഫേംവെയർ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്ലിപ്പർ പോലെ ഒരു മൾട്ടി ടൂൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ബ്രൂസ് ഫേംവെയറിൻ്റെ അകത്ത് കുറേയധികം ടൂൾസ് ഉണ്ട്. പക്ഷേ MSC കൊണ്ട് മാത്രം നിങ്ങൾക്ക് ഒരു മൾട്ടി ടൂൾ ക്രിയേറ്റ് ചെയ്യേണ്ടി പറ്റത്തില്ല. ഇപ്പോൾ MSC കൊണ്ട് മാത്രം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് വൈഫൈ, ബ്ലൂടൂത്ത്, അതുപോലെ തന്നെ ഇൻഫ്രാറെഡിൻ്റെ ടൂൾസ് മാത്രമേ നിങ്ങൾക്ക് ഇതിൽ ഉപയോഗിക്കേണ്ടി പറ്റത്തുള്ളൂ. അപ്പോൾ ബാക്കിയുള്ള ടൂൾസും അതുപോലെ ഫീച്ചേഴ്സൊക്കെ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ MSCൻ്റെ കൂടെ 2-3 മൊഡ്യൂൾസ് ആഡ് ചെയ്യണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് അതൊക്കെ ഉപയോഗിക്കേണ്ടി പറ്റത്തുള്ളൂ. അപ്പോൾ അത് ഏതൊക്കെ മൊഡ്യൂളാണെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതൊക്കെയാണ് ആ ഒരു മൊഡ്യൂൾസ്. അപ്പോൾ ഇത്രയും മൊഡ്യൂൾസ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഒരു ഫ്ലിപ്പർ സീറോ പോലൊരു ഓൾട്ടർനേറ്റീവ് MSC കൊണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് സോൾഡറിങ്ങും അതുപോലെ കണക്ഷൻസ് ഒക്കെ എങ്ങനെയാണ് കൊടുക്കണമെന്ന് അറിയാൻ മേലെന്നുണ്ടെങ്കിൽ M5ൻ്റെ മൊഡ്യൂൾസ് വാങ്ങിച്ചാൽ മതി. ഇത് താഴെക്കാണ് 6 മൊഡ്യൂൾസും M5ൻ്റെ അതായത് MSCൻ്റെ കോമ്പാറ്റബിൾ ആയിട്ടുള്ള മൊഡ്യൂൾസ് ആണ്. ഈ മൊഡ്യൂൾസ് എല്ലാം തന്നെ MSCൻ്റെ ഗ്രൂപ്പ് പോർട്ട് വഴി നിങ്ങൾക്ക് കണക്ട് ചെയ്ത് ഉപയോഗിക്കേണ്ടി പറ്റും. ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യുന്ന ഒരു മൊഡ്യൂളാണ് പ്രോട്ടോ ഹെഡ് മൊഡ്യൂൾ. ഈ ഒരു മൊഡ്യൂൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ MSCയിൽ നമുക്ക് SD കാർഡ് ഇടാനുള്ള സ്ലോട്ട് ഇല്ല. അതുകൊണ്ട് തന്നെ ഒരു എക്സ്റ്റേണൽ SD കാർഡ് നമുക്ക് ഇതിനകത്തേക്ക് ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ക്ലീൻ ആയിട്ട് MSCയിൽ ഇരിക്കണമെന്നുണ്ടെങ്കിൽ പ്രോട്ടോ ഹെഡ് മൊഡ്യൂളിൽ നമുക്കത് സോൾഡർ ചെയ്ത് വെക്കേണ്ടി പറ്റും. ഇതാണ് M5ൻ്റെ RF മൊഡ്യൂൾ. ട്രാൻസ്മിറ്ററും റിസീവറും സെപ്പറേറ്റ് ആയിട്ടാണ് വരുന്നത്. ഈ 2 മൊഡ്യൂൾ ഒരുമിച്ച് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഗ്രൂപ്പ് കണക്ടറിൻ്റെ ഹബ്ബ് വാങ്ങിക്കാൻ കിട്ടും. അതിലേക്ക് കണക്ട് ചെയ്യാണ്ട് ഉപയോഗിക്കേണ്ടി പറ്റും. ഇത് RFID മൊഡ്യൂൾ. RFID കാർഡും അതുപോലെ ടാക്സ് റീഡും റൈറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു മൊഡ്യൂൾ വേണം. ഇതാണ് IR മൊഡ്യൂൾ. ഈ ഒരു മൊഡ്യൂൾ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല, കാരണം MSCക്കകത്ത് ഓൾറെഡി ഒരു ട്രാൻസ്മിറ്റർ ഉണ്ട്. റിസീവർ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വെച്ചാൽ മതി. ഇതാണ് GPS മൊഡ്യൂൾ. ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ഈ ഒരു GPS മൊഡ്യൂളാണ്. 2 M5ൻ്റെ GPS മൊഡ്യൂൾ അവൈലബിൾ ആണ്. അതിൽ എക്സ്റ്റേണൽ ആൻറ്റിന കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മൊഡ്യൂൾ 80668 എന്ന് പറയുന്ന ഈ ഒരു മോഡലാണ്. GPS പെട്ടെന്ന് കണക്ട് ചെയ്യാനായിട്ട് ഈ ഒരു മൊഡ്യൂളാണ് നല്ലത്. അപ്പോൾ ഈ മൊഡ്യൂൾസ് MSCയിൽ മാത്രമല്ല M5ൻ്റെ ബാക്കിയുള്ള ഡെവലപ്മെൻറ്റ് ബോർഡിലും സപ്പോർട്ട് ചെയ്യും. അപ്പോൾ M5ൻ്റെ മൊഡ്യൂൾ അല്ലാതെ ഓൾട്ടർനേറ്റീവ് മൊഡ്യൂൾ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ DIYയിൽ ചെയ്തെടുക്കുക എന്നുള്ളത് അടുത്തൊരു വീഡിയോയിൽ പറഞ്ഞുതരാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഇതുപോലത്തുള്ള സൈബർ സെക്യൂരിറ്റി ആൻഡ് ഹാക്കർ റിലേറ്റഡ് വീഡിയോ കിട്ടാനായിട്ട് ഈ ഒരു പേജ് ഫോളോ ചെയ്തു.